എൻ്റെ പേര് പള്ളിയ. ഞാൻ നേരത്തെ ഒരു കാള കൂട്ടി നടന്നിരുന്നു പാടത്ത്. അന്നത്തെ കാലത്തൊക്കെ പാളത്തൊപ്പി എന്ന് പറയുന്ന സാധനം എന്നാന്നറിയില്ല ആർക്കും. അത് അടയ്ക്കാൻ പറ്റുന്നതിൻ്റെ പാള എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ പടം പൊളിച്ചിട്ട് ഞെട്ടുള്ള തൊപ്പിയായിട്ട് കിട്ടും. അത് പടം പൊളിച്ച് കഴിഞ്ഞ് ചീട്ടിൽ കൊണ്ടുവന്ന് കുത്തി ഒരു 3 മടക്ക 4 മടക്കൊക്കെ ഉള്ളൂ ഉള്ളിൽ. അതായത് തല കണക്കായിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ രോഗത്തിനൊക്കെ കാള കൂട്ട് ഒരു 3 മടക്ക് ശരാശരി വരും. ആ ഞെട്ട തൊപ്പൻ ആ തൊപ്പി തലയിൽ വെച്ച് കഴിഞ്ഞാൽ തല നനയില്ല, ശകലം തണുപ്പടിക്കില്ല. പിന്നെ ചെവി മുടൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് ചെവി മൂടി നിൽക്കും. എന്നാ കാറ്റ് വന്നാലും മഴ വന്നാലും ശകലം കുളിര് എന്ന് പറയുന്ന സാധനം മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ ഉച്ച വരെയും ഈ വിതരം കടമാതിൽ മഴ നനഞ്ഞ് കാള കൂട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശകലം തണുപ്പെന്ന് പറഞ്ഞ സാധനം ശരീരത്തിന് അടിക്കില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പാളത്തൊപ്പി എന്ന് പറയുന്ന സാധനം എന്നാണെന്ന് ഒരു പിള്ളേർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ആ പിള്ളേർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ തൊപ്പി ഞെട്ട് കെട്ടാൻ ചെവിമൂടാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോഴും തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഇത് കെട്ടിയെടുത്ത് ആദ്യമേ പാള എടുത്തുകൊണ്ട് വരിക. പാള എടുത്തുകൊണ്ടുവന്ന് എല്ലാ പാളയും കൊള്ളില്ല തൊപ്പിക്ക്. നല്ല പശമയുള്ള പാള വേണം. ആ പശമയുള്ള പാള കൊണ്ടുവന്നിട്ട് നല്ല വഴക്കം കിട്ടണം. വഴക്കം കിട്ടണ പാള കൊണ്ടുവന്ന് അതൊക്കെ ഒന്നുകൂടി ഉണങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുതിർന്ന് കഴിയുമ്പോഴാണ് തൊപ്പി കെട്ടാൻ തുടങ്ങുന്നത്. അതിൻ്റെ പടം ഞെട്ടേക്കട്ടന് അതിന് പടം ആദ്യം ഞാൻ പൊളിക്കും. പടം പൊളിച്ച് കഴിഞ്ഞിട്ട് തെങ്ങിൻ്റെ 2-3 ഈർക്കളി എടുത്തുകൊണ്ട് വരും. അത് പതുക്കെ രീതി ചെത്തി കൂർമ്പിച്ച് വെച്ചിട്ട് ഒരു തേക്കൊള്ളി കൊണ്ടുവന്ന് ആ തേക്കൊള്ളിയിൽ അതിൻ്റെ മുന ഈർച്ചയുടെ മുന കുത്തി പതുക്കെ ചൂടാക്കും. ചൂടാക്കി വെച്ച പാള കുത്തി തൊപ്പിയാക്കി മറച്ച് തലയിൽ വെച്ച് നോക്കിയിട്ട് അവരവരുടെ തലയ്ക്ക് പാകമാക്കുന്ന രീതിയിൽ കെട്ടിയിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേത്തൊപ്പി ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ കിഴക്കൻ പണിക്കൊക്കെ നടന്ന കാലത്ത് ഇഷ്ടംപോലെ പാളത്തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ കാള കൂട്ടാൻ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 8-10 തൊപ്പിയില്ലാത്ത വീടുകളൊന്നുമില്ല. ആ ഒരു പണിക്കാരന് ഓരോ തൊപ്പിയാണ്. അത് വൈകുന്നേരം ആകുമ്പോൾ പണി നടത്തി വന്നു കഴിയുമ്പോൾ ആ തൊപ്പി വയ്ക്കാൻ പ്രത്യേക ഒരു സ്ഥലം കാണും. അവിടെ കൊണ്ടുപോയി കമഴ്ത്തി വെച്ചേക്കും. പിറ്റേ ദിവസം പണിയാൻ പോകുമ്പോൾ ഈ തൊപ്പി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ശകലം തണുപ്പുമില്ല, കുളിരെന്ന് പറഞ്ഞ സാധനം ശകലം ഒരിക്കലില്ല ചെവിമൂടൻ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ. ചെവിമൂടുണ്ടാക്കണമെന്ന് തന്നെ നല്ല പാള എടുത്തുകൊണ്ട് വരിക. നല്ല പാള എടുത്തുകൊണ്ടെന്ന് ആ പശുമയായ രീതിയിൽ പടം പൊളിക്കണ്ട. അത് പതുക്കെ ഞെരിഞ്ഞ് പാകത്തിനാക്കി കഴിഞ്ഞിട്ട് ശരിക്കും ഉള്ളി എടുത്ത് കെട്ടും. കെട്ടിക്കഴിഞ്ഞ് അതിന് വേണം ഈർക്കിളി. 2 ഈർക്കിളി കൊണ്ട് വെച്ച് വലിച്ച് മുക്കി അതിൻ്റെ ഒരു വശം വലിച്ചാൽ കുത്തും, മറ്റേ വശം 4 വശം കുത്തും. അപ്പോൾ 4 വശം കുത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ചെവി മൂടി വരത്തക്ക രീതിയിലുള്ള പാളാവും. അത് തല വെച്ച് കഴിഞ്ഞാൽ നല്ല എത്ര കാറ്റ് വന്നാലും ശരി